കണ്ണൂർ കണ്ണപുരം കീഴറിയിൽ വാടക വീട്ടിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുത്ത പോലീസ്. അനൂപ് മാലിക് എന്നയാൾക്കെതിരെയാണ് കേസ്. സംഭവത്തിൽ അനൂപിന്റെ ബന്ധുവും ചാലാട് സ്വദേശിയുമായ മുഹമ്മദ് ആഷാം കൊല്ലപ്പെട്ടിരുന്നു. വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. 2016 കണ്ണൂർ പൂഴാതിയിൽ സമാന രീതിയിൽ സ്ഫോടനമുണ്ടായിരുന്നു. ആ കേസിലെ പ്രതിയാണ് അനൂപ്. ഓടും ഇതെല്ലാം കണ്ടത് അന്നേ പിന്നെ അനിയനെ വിളിച്ചു, പിന്നെ ഇവരെ ലക്ഷ്മണേട്ടനെ വിളിച്ചു. ഇവരെല്ലാം വന്നിട്ടാണ് എല്ലാം നോക്കിയിട്ട് എന്നിട്ട് പപ്പാട് പോലീസിനെ വിളിച്ചു. പോയി നോക്കുമ്പോഴത്തേക്കിൽ ഒരാളെ കാല് മാത്രം കാണുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പിന്നെ ബോംബും ഉണ്ട് ഒരേലെ കാണുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബോംബിൻ്റെ തിങ്ങ് താഴെ തെറിച്ചിട്ടുമുണ്ട്. എൻ്റെ അമ്മ പേടിക്കലെന്നാ ഇപ്പുറത്തുനിന്ന് പാഞ്ഞ് നമുക്കൊന്നും അറിയാം. നമ്മൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് ആകെ ഇതായിന്നോ വിചാരിച്ചു. അങ്ങനെയാ വിചാരിച്ചു. ബാക്കി എല്ലാ ഭാഗം അതിനുള്ളിൽ ഇപ്പോൾ ആളുണ്ടോ ഒരാളുണ്ടോ അറിയില്ല. ബാക്കി എല്ലാം ആദ്യം എടുത്താലേ അറിയില്ല എല്ലാവരും കൊണ്ടോ അതായപ്പോൾ അവസ്ഥ. പോയി നോക്കുമ്പോൾ ബോംബാന്ന് മനസ്സിലായില്ല, ബോംബാന്ന് പൊട്ടി മനസ്സിലായി. നല്ല സ്മെല്ല് പുക എല്ലാം ഉണ്ടായിരുന്നു. ഇല്ല അത് ഹൗസ് ഓണർക്ക് മാത്രമല്ല, ഹൗസ് ഓണർ ചെറുന്ന് ഗവൺമെൻറ് റോഡിന് താമസിക്കുന്നപ്പോൾ ഒരു ഗോവിന്ദ മാഷ വീടായിരുന്നു. ഒരിക്കലും ആരാണ് അവിടെ ഡീറ്റെയിൽസ് മൊത്തം ഒഴുകിണ്ടാവും. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചിരികയാണ്. മിഥുൻ, പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? KP ഇപ്പോഴും പോലീസിൻ്റെ പരിശോധന ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് ഈ മരിച്ച ആളുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ആദ്യം ചെയ്തത്. കണ്ണൂർ ചാലാട് സ്വദേശിയായ മുഹമ്മദ് ആഷാം എന്ന ആളാണ് മരണപ്പെട്ടത് ഈ ഒരു സ്ഫോടനത്തിൽ എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ ഈ ഒരു സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനൂപ് മാലിക് എന്നയാളുടെ ബന്ധു കൂടിയാണ് ഈ മരണപ്പെട്ട വ്യക്തി. അനൂപിനായുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഉത്സവത്തിന് ഉപയോഗിക്കുന്നത് പോലെയുള്ള വലിയ ഗുണ്ടുകളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണത്തിന് യാതൊരു ലൈസൻസും ഈ അനൂപിന് ഉണ്ടായിരുന്നില്ല. കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നും ഈ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിൽ ഈ ഒരു സ്ഫോടന കേസ് അന്വേഷിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തി മുൻപും സ്ഫോടന കേസുകളിലെ പ്രതിയാണ്. 2016 കണ്ണൂർ പള്ളിക്കുന്ന് പൊടിക്കുണ്ടിൽ ഇത്തരത്തിൽ സമാനമായൊരു സ്ഫോടനം ഈ ജനവാസ മേഖലയിൽ നടന്നിരുന്നു. അന്നും ഒരു ആൾ കൊല്ലപ്പെട്ടിരുന്നു. അന്നും ആ കേസിലും പ്രധാന പ്രതിയായിരുന്ന ഒരാളാണ് ഈ അനൂപ് മാലിക്. അതിനിടയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുമായി നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വീട് വാടകയ്ക്കെടുത്ത ആൾ അനൂപ് മാലിക് എന്ന വ്യക്തി കോൺഗ്രസ് അനുഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുൻകാല പ്രവർത്തകനായിരുന്നു എന്ന ഒരു ആരോപണവുമായി CPMന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇയാൾ അനൂപ് കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഇത്രയും മാരകമായ സ്ഫോടക വസ്തുക്കൾ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നുവെന്ന് കൃത്യമായി പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടി ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പോലീസിന്റെ അന്വേഷണവും പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.